വെൽക്കം ബാക്ക്. സി പ്രോഗ്രാമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ ആണ്. ഇന്നത്തെ ഡിസ്കഷൻ പോയിൻ്റർ ആണ്. അപ്പോൾ പോയിൻ്റർ ആക്ച്വലി എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ ഒരു എംബഡഡ് സിസ്റ്റം ഡെവലപ്മെൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ, ഒരുപക്ഷെ കോഡിങ്ങിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് പോയിൻ്ററിൻ്റെയാണ്. അതിൻ്റെ കാരണം, നമ്മൾ എംബഡഡ് സിസ്റ്റംസ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് പോയിൻ്റർ അത്രയും തവണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തഡാണ് ഈ പോയിൻ്റർ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതിനെപ്പറ്റി എന്താ മനസ്സിലാക്കാനുള്ളത്? പോയിൻ്റർ ആക്ച്വലി നമ്മൾക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾക്ക് ഡാറ്റൻ്റെ അഡ്രസ്സ് വെച്ചിട്ടുള്ള ഒരു കളിയാണ് പോയിൻ്റർ. നമ്മൾ ഡാറ്റ ബൈ റെഫറൻസ് എന്നൊക്കെ നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഒരു അസംബ്ലി ലാംഗ്വേജ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സി പ്രോഗ്രാമിങ്ങിൻ്റെയൊക്കെ നമ്മൾ കോളേജ് ലെവലിൽ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടാവും. ഡാറ്റ ബൈ റെഫറൻസ്, നമുക്കതിൻ്റെ റെഫറൻസ് വെച്ചിട്ട്, അതിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് നമുക്കൊരു ഡാറ്റനെ ആക്സസ് ചെയ്യാം, നമുക്കതിനെ മോഡിഫൈ ചെയ്യാം. ഇതിനുള്ള ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പോയിൻ്റർ കൊണ്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി അതേപോലെ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, നമ്മൾ മാലോക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ മാലോക്ക്, കാലോക്ക്, ഫ്രീ എന്നുള്ളതൊക്കെ നമ്മൾക്ക് എംബഡഡ് സിസ്റ്റത്തിനകത്ത് കോഡിങ് ചെയ്യുന്ന സമയത്ത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അവിടെ നമ്മൾ കറക്റ്റായിട്ട് ഈ പോയിൻ്റർ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അതേപോലെ അറേസ്, ആക്ച്വലി നമ്മളൊരു ക്യാരക്ടർ അറേക്ക് എഴുതുന്ന സമയത്ത് ഇറ്റ് ഈസ് ഓൾറെഡി ട്രീറ്റഡ് ആസ് എ പോയിൻ്റർ ഓൺലി. അവിടെയൊക്കെ അറേൻ്റെ പേര് പറയുകയാണെങ്കിൽ അത് ആക്ച്വലി അതിൻ്റെ പോയിൻ്റർ തന്നെയാണ്, അതിൻ്റെ ഒരു അഡ്രസ്സിനെ തന്നെയാണ് നമ്മളവിടെ പറയുന്നത്. ഇനി മൈക്രോ കൺട്രോളറിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾക്ക് ഇപ്പോൾ ഓർഡിനോയൊക്കെ കോഡിങ് ചെയ്യുന്ന സമയത്ത് LED1 അല്ലെങ്കിൽ ഈ മൈക്രോ കൺട്രോളറുകൾക്ക് അതിൻ്റെ രജിസ്റ്ററുകളുണ്ട്. ഓക്കെ, ഓരോ പോർട്ടിൽ വാല്യൂ കൊടുക്കുന്നത് രജിസ്റ്ററിലേക്കാണ്. അതേപോലെ ഓരോ പോർട്ട് പിന്നുകളും നമ്മുടെ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ, ഇത് നമ്മൾക്ക് വാല്യൂ കൊടുക്കുന്നത് രജിസ്റ്ററിലേക്കാണ്, പിന്നെ റീഡ് ചെയ്യുന്നത് രജിസ്റ്റർ എന്നാണ്. ഈ രജിസ്റ്ററിനെല്ലാം നമ്മൾ ആക്ച്വലി ഇതിൻ്റെ അഡ്രസ്സ് നമ്മൾ പോയിൻ്റർ ഉപയോഗിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഫങ്ഷൻ പോയിൻ്റർ, ഇത് വളരെ ആക്ച്വലി നമ്മൾ ഈ പറഞ്ഞ കോഡിങ്, നമ്മളിങ്ങനെ ഈ എംബഡഡിനകത്ത് ഇങ്ങനെ കോഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ ആവശ്യം വരുന്നൊരു സംഗതിയാണ് ഫങ്ഷൻ പോയിൻ്റർ. നമ്മൾക്ക് ഒരു ആർഗ്യുമെൻ്റായിട്ട് ഫംഗ്ഷൻ തന്നെ കൊടുക്കണം. ആക്ച്വലി ഇപ്പോൾ നമ്മൾക്കൊരു ഒരു പേരൊക്കെയാണ്, നമ്മൾക്കൊരു ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻ്റായിട്ട് ഒരു പേരാണ് കൊടുക്കാനുള്ളത്, ഒരു 24 ലെറ്ററൊക്കെ ഉള്ള ഒരു പേര്. ഇതിന് ആക്ച്വലി നമ്മൾ പാസ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അഡ്രസ്സ് മാത്രം മതി. അതേപോലെ നമുക്കൊരു ഫംഗ്ഷനെ തന്നെ നമുക്ക് പലപ്പോഴും പാസ് ചെയ്യേണ്ടി വരും. അവിടെ ഫംഗ്ഷൻ പോയിൻ്റർ നമുക്ക് വളരെ യൂസ് ആവുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പോയിൻ്റർ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിതുവരെ എസ്പെഷ്യലി നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോവുകയാണെങ്കിൽ പോയിൻ്റർ എന്താണെന്നുള്ളത്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് പോവാം. നമ്മൾക്ക് ഒരു പ്രാക്ടിക്കൽ സെഷനിൽ ഇപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വെർഷൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവന അനുസരിച്ച് കൂടുതൽ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. നിങ്ങൾ സ്വയം കൂടുതൽ കോഡ് എഴുതി നോക്കുക. നമുക്ക് പോയിൻ്റർ എന്താണെന്ന് നോക്കാം. പ്രോഗ്രാമിക്സിൽ ഒരു സാമ്പിൾ കോഡ് വന്നിട്ടുണ്ടല്ലേ, നമുക്ക് മെസ്സേജ് മാത്രം ഡിലീറ്റ് ചെയ്യാം. ഇവിടെ ഞാനൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ഇൻറ്റ് ലെങ്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ. ഓക്കെ, ഇനി ഞാനൊരു ക്യാരക്ടർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു, ലെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ ലെങ്ത്തിന് എനിക്ക് വാല്യൂ കൊടുക്കാം 20 എന്നൊക്കെ കൊടുക്കാൻ പറ്റും അല്ലേ. ലെറ്ററിന് എനിക്കൊരു വാല്യൂ കൊടുക്കാം, ലെറ്റർ ക്യാപിറ്റൽ A ആണ് കൊടുക്കുന്നത്. ഇനി എനിക്ക് വേണമെങ്കിൽ ഇതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് നോക്കാം.
ഹലോ ലെങ്ത് ഈസ് 20, ലെറ്റർ ഈസ് എ, ഇങ്ങനെ വന്നിട്ടുണ്ടല്ലേ. ഇത് ആക്ച്വലി നമ്മൾ ഒരു ഇൻറ്റിജർ വേരിയബിൾ, ഒരു ക്യാരക്ടർ വേരിയബിൾ, ഇതാണ് നമ്മൾ ചെയ്തത്. ഞാനിവിടെ വാല്യൂ ptr എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കി. ഇത് ആക്ച്വലി ഇൻറ്റിജർ പോയിന്റർ വേരിയബിൾ ആണ്. ഓക്കെ, അതേപോലെ char ലെറ്റർ ptr, ലെറ്റർ പോയിന്റർ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാക്കി. ഓക്കെ, ഇവിടെ ഇതിലേക്ക് എങ്ങനെ വാല്യൂ കൊടുക്കാം? വേണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള വാല്യൂ പോയിന്ററിലേക്ക് നേരെ നമ്മളുടെ ലെങ്ത്തിൽ കിടക്കുന്ന വാല്യൂ അത് പാസ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ലെങ്ത്തിൻ്റെ അഡ്രസ്സിലേക്ക് ഇത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ്, എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് ഇൻറ്റിജർ ആണ്. വാല്യൂ ptr, പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പോരാ, സ്റ്റാർ വെച്ചിട്ട് കൊടുക്കണം. ഓക്കെ, ഇവിടെ നമ്മൾക്കൊരു സ്ലാഷ് എന്നിട്ട് കൊടുക്കാം. ഇനി റൺ ചെയ്യാം. ഓക്കെ, വാല്യൂ ഒന്ന് 20 ആണല്ലേ. ആക്ച്വലി ഞാനിവിടെ സ്റ്റാർ ഇട്ട് കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഈ പറയുന്ന വാല്യൂ പോയിന്റർ എന്ന് നമ്മൾ ഒരു പോയിന്റർ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഡ്രസ്സ് ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് എവിടെയാണോ സ്റ്റോർ ചെയ്യുന്നത് അതൊരു വലിയ അഡ്രസ്സാണ്. ആക്ച്വലി ഇവിടെ ഡി മതിയാവില്ല, LD കൊടുക്കേണ്ടി വരും. അതൊരു ലോങ് ആയിരിക്കും. ഇപ്പോൾ അതിൻ്റെ അഡ്രസ്സ് കാണാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ ഡിസ്പ്ലേയിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇത് ആക്ച്വലി അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾക്ക് പ്രിന്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അഡ്രസ്സ് അല്ല, ആ അഡ്രസ്സിൽ കിടക്കുന്ന വാല്യൂ, അതാണ് ഇവിടെ സ്റ്റാർ ഇട്ട് കൊടുത്തപ്പോൾ വരുന്നത്. പോയിന്റർ ആണ് ഇപ്പോൾ നോക്കിയത്. അടുത്തത് സ്ട്രക്ചർ. സി കോഡിങ്ങിനകത്ത് സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ എംബഡഡിൻ്റെ ഒക്കെ കോഡിങ് ചെയ്യുന്ന നിങ്ങളൊക്കെ കമ്പനിയിൽ പോകുമ്പോൾ അവിടെയുള്ള സീനിയേഴ്സ് ഇതിൻ്റെ സീൻ്റെ മാക്സിമം സാധ്യതകൾ അവിടെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രക്ചർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. നമ്മൾ അക്കാഡമിക്കിലൊക്കെ ആക്ച്വലി പല എക്സാമ്പിൾസ്, ക്ലാസ് റൂം മാർക്ക്, സ്റ്റുഡൻറ്റ് മാർക്ക്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കോമഡി കളിക്കുന്ന പോലെ പല കാര്യങ്ങളായിട്ടായിരിക്കും നമ്മൾ പഠിച്ചത്. പക്ഷേ നമ്മൾക്ക് പ്രാക്ടിക്കലി ഒരു ഫാമിനകത്ത് ചെയ്യുന്ന സമയത്ത് ഒരു IoT ഡിവൈസ് നമുക്ക് അസ്യൂം ചെയ്യാം. ഈ IoT ഡിവൈസ് നമ്മൾ പീരിയോഡിക്കലി ഒരു ഡാറ്റ പാക്കറ്റ് അയക്കുന്നു, നമ്മൾ ക്ലൗഡിലേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ട്? ഇപ്പോൾ ഒരു JSON ഫോർമാറ്റ് ആണെങ്കിൽ ഇതിനകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇതിനെല്ലാം ഒരു സ്ട്രക്ചറിലായിരിക്കും, സാധാരണ കൺവെൻഷണൽ രീതിയിൽ ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ആയിട്ടാണ് ഇതിനെ മുഴുവനും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഈ സ്ട്രക്ചറിനെ വന്നിട്ട് നമ്മൾക്ക് നേരത്തെ പറഞ്ഞ പോലെ പോയിന്റർ, നമ്മൾക്ക് സ്ട്രക്ചറിനെ നമുക്ക് പോയിന്ററായിട്ട് എടുക്കാം. സ്ട്രക്ചർ പോയിന്റർ വെച്ചിട്ട് നമ്മൾ പല കോഡിൻ്റെ പല ഇൻസ്റ്റൻസിൽ നിന്നും പല C ഫയൽസിൽ നിന്നും നമ്മൾ പല ഫങ്ഷൻസിൻ്റെ അകത്ത് നിന്ന് നമ്മൾ ഇതിനെ ആക്സസ് ചെയ്യുന്നു, എന്നിട്ട് ഇതിൻ്റെ ഡാറ്റ മോഡിഫൈ ചെയ്യുന്നു, എന്നിട്ട് ഇതിനെ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുന്നു. നമ്മൾ ഈ IoT ഡിവൈസ് ഒരു ഗേറ്റ് വേ ആയിട്ട് നമ്മൾ അയക്കുന്ന സമയത്ത് ഈ ഡാറ്റയെല്ലാം ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ടെടുത്ത് അയക്കുന്നു. അപ്പോൾ ഇതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഡാറ്റ ഫുള്ളായിട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ സ്ട്രക്ചർ എന്നൊരു സംഗതി ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സ്ട്രക്ചർ ചെയ്ത് നോക്കാം. നമുക്ക് സ്ട്രക്ചർ എന്താണെന്ന് നോക്കാം. നമുക്കിത് പ്രോഗ്രാമിൽ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, കോഡ് ഡിഫോൾട്ടായിട്ടുള്ളൊരു കോഡുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ ഈ മെസ്സേജ് മാത്രം ഡിലീറ്റ് ചെയ്ത് കളയുന്നുണ്ട്. ഇവിടെ നമുക്കൊരു സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. ടേബിൾ എന്ന പേരിൽ ഒരു വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇതിനകത്ത് ലെങ്ത് എന്ന പേരിൽ ഒരു ഇൻറ്റിജർ വേരിയബിൾ, ബ്രെഡ്ത്ത് എന്ന പേരിൽ ഒരു ഇൻറ്റിജർ വേരിയബിൾ,
ഇനി കളർ എന്ന പേരിൽ ഒരു ക്യാരക്ടർ പോയിന്റർ ആണ്. ഇനി നമുക്ക് ഇവിടെ ഈ സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. സ്ട്രക്ചർ ടേബിൾ സ്പേസ് ഡൈനിങ് അണ്ടർസ്കോർ ടേബിൾ. ഇപ്പോൾ ഡൈനിങ് ടേബിൾ എന്നുള്ളൊരു സ്ട്രക്ചർ നമ്മൾ ഇവിടെ എടുത്തു. ഇനി ഈ ഡൈനിങ് ടേബിളിലേക്ക് നമുക്ക് വാല്യൂസ് എങ്ങനെ കൊടുക്കാൻ നോക്കാം. നമ്മൾ ഡൈനിങ് ടേബിൾ ഡോട്ട് ലെങ്ത് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നു. ഇനി ഡൈനിങ് ടേബിൾ ഡോട്ട് ബ്രെഡ്ത്ത് കൊടുക്കാം. ബ്രെഡ്ത്ത് നമ്മൾ 30 എന്ന് കൊടുക്കുന്നു. ഇനി എന്താണ് കൊടുക്കാൻ പറ്റുക? കളർ കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഡൈനിങ് ടേബിൾ ഡോട്ട് കളറിൽ ബ്ലൂ എന്ന് കൊടുത്തു. ഓക്കെ, നമ്മൾക്കിവിടെ ഒരു ബ്ലൂ എന്നുള്ളത് ഒരു സ്ട്രിങ് പോലെയാണ് അല്ലേ? ആക്ച്വലി അങ്ങനെ സ്ട്രിങ് ആയിട്ട് സാധാരണ വർക്കാവില്ല. പക്ഷേ ഇതൊരു പോയിന്റർ ആയതുകൊണ്ട് ആക്ച്വലി ഇങ്ങനെ ബ്ലൂ എന്ന് എഴുതിയ ഈ ലെറ്റേഴ്സിനെ ഒരു സ്ഥലത്ത് സേവ് ചെയ്തിട്ട് അതിൻ്റെ അഡ്രസ്സാണ് ആക്ച്വലി ഈ പോയിന്ററിലേക്ക് സേവ് ചെയ്യുന്നത് എന്നുള്ള മനസ്സിലാക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. printf table length is %d breadth is %d and color is %s. ഇനിയാണ് നമ്മൾ കോമയ്ക്ക് ശേഷം ഈ വാല്യൂസ് എല്ലാം കൊടുക്കണം. ആദ്യം കൊടുക്കേണ്ടത് ലെങ്ത് ആണ്. അപ്പോൾ ഈ വേരിയബിളാണ് ഇവിടെ പ്രിന്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ബ്രെഡ്ത്ത് ആണ്. നെക്സ്റ്റ് നമുക്ക് കളറാണ്. നമുക്കിതിനെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് വന്നു. ടേബിൾ ലെങ്ത് ഈസ് 100, ബ്രെഡ്ത്ത് ഈസ് 30 ആൻഡ് കളർ ഈസ് ബ്ലൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഇതിനകത്ത് വാല്യൂസ് കൊടുത്തു, നമ്മൾ വാല്യൂസ് പ്രിന്റ് ചെയ്ത് നോക്കി. നെക്സ്റ്റ് നമ്മൾക്കിതിനെ ടൈപ്പ് ഡെഫ് വെച്ചിട്ട് എങ്ങനെ കുറച്ചുകൂടി ഈസി നെയിം ഒക്കെ കൊടുത്ത് ചെയ്യാൻ പറ്റും നോക്കാം. ടൈപ്പ് ഡെഫ് സ്ട്രക്ട് ടേബിൾ ഓക്കെ, ക്യാപിറ്റൽ ലെറ്ററിൽ ടേബിൾ എന്നൊരു പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേരിയബിൾ എടുക്കുന്ന സമയത്ത് സ്ട്രക്ട് ടേബിൾ എന്നൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ചുമ്മാ ടേബിൾ എന്ന് മാത്രം എഴുതിയാൽ സംഗതി വർക്കാവും. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. യെസ്, ദ റിസൾട്ട് ഈസ് സെയിം. അപ്പോൾ നമ്മളുടെ ഇനി അങ്ങോട്ട്, അതായത് ഈ ടൈപ്പ് ഡെഫ് ഇവിടെ യൂസ് ചെയ്തതുകൊണ്ട് ഇനി കോഡിനകത്ത് നമ്മൾക്കൊരു 100, 500, 1000 ഒരു ലൈൻസ് എഴുതാനുണ്ടെങ്കിലും അവിടെയെല്ലാം നമ്മൾക്ക് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി അടുത്തൊരു സംഗതി, ഒരു സ്ട്രക്ചർ പോയിന്റർ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അത് വേരിയബിൾ എടുക്കുന്ന സമയത്താണ് നമുക്ക് സ്ട്രക്ചറായിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, യെസ്,
സോ ദ ഫൈനൽ റിസൾട്ട് ഈസ് സെയിം. പക്ഷേ ഇവിടെ കാര്യങ്ങളാകെ മാറി. ആക്ച്വലി ഇവിടെ നമ്മൾ വേരിയബിൾ എടുത്ത സമയത്ത് ഇതിന് വേണ്ടിയിട്ട് ഇത്രയും സൈസുള്ള ഒരു മെമ്മറി അവിടെ അലോക്കേറ്റ് ചെയ്യുന്നില്ല. പോയിൻ്റർ ആകുമ്പോൾ ഉള്ള ഗുണം അതാണ്. നമ്മൾ ഓരോ സമയത്തും വാല്യൂ കൊടുക്കുന്ന സമയത്ത് മാത്രമാണ് അതിനുള്ള സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ നിങ്ങൾക്ക് ആക്ച്വലി ഈ കോഡിംഗ് ഒരു ആർട്ടോസ് സ്റ്റൈലിലൊക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സ്റ്റൈലിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് വാല്യൂസ് ഈ IPC വഴിയെല്ലാം കൊടുക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ പ്രോസസ്സറിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്ട്രക്ചർ വേരിയബിൾ കംപ്ലീറ്റ്, അതിൻ്റെ ഒരു അഡ്രസ്സ് മാത്രമായിരിക്കും നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ കോഡിനകത്ത് ഇത് വളരെ ഭംഗിയായിട്ട് ഇവിടെ ഡൈനിങ് ടേബിൾ എന്നെടുത്തിട്ടുള്ള പോലെ ഡൈനിങ് ടേബിൾ എന്ന് തന്നെ കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കൺവേ ചെയ്യും. പക്ഷെ അത് പോകുന്ന ഒരു അഡ്രസ്സ് മാത്രമാണ്. ആ അഡ്രസ്സിനകത്ത് ബാക്കിയെല്ലാ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു OS സ്റ്റൈലിലുള്ള ഒരു കോഡിംഗ് പഠിക്കുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആണ്. എംബഡഡിൻ്റെ ഒരു കോഡിംഗ് സ്റ്റൈലിന് വേണ്ടിയിട്ടാണ്, കോഡിംഗ് സ്റ്റൈലിൽ ആപ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം സ്ട്രക്ചർ പോയിൻ്ററെല്ലാം ഞാനതിനകത്ത് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തരുന്നത്. യെസ് ഫ്രണ്ട്സ്, നമ്മൾ ഏകദേശം ഒരു C പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു, ഇത് ഒരു C പ്രോഗ്രാമിംഗ് പഠിക്കാനുള്ള ഒരു കോഴ്സല്ല. ഇതിനകത്ത് ആക്ച്വലി നമ്മളുടെ വ്യൂവേഴ്സിൽ ബഹുഭൂരിപക്ഷം പേരും ഒരു എഞ്ചിനീയറിംഗ് എല്ലാം ഏതെങ്കിലും സ്ട്രീമിൽ കഴിഞ്ഞിട്ടുണ്ടാവും. C പ്രോഗ്രാമിംഗ് എവിടെന്നെങ്കിലും പഠിച്ചിട്ടുണ്ടാവും, അക്കാഡമിക്കിൻ്റെ ഭാഗമായിട്ടോ പുറത്തുനിന്നോ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് ഇതൊരു ബ്രഷപ്പാണ് ഇൻ ആസ്പെക്ട് ഓഫ് ദിസ് എംബഡഡ് ഫീൽഡ്. അപ്പോൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിനകത്തുള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഇന്ന് ഒരുപാട് ഇൻ്റർനെറ്റിൽ AI ആയിട്ടും അല്ലെങ്കിൽ യൂട്യൂബ് കണ്ടൻറ്റുകളായിട്ടും ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അപ്പോൾ ഡെപ്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ഓരോ സ്ഥലത്ത് വെച്ചിട്ട് ഇറങ്ങി നോക്കാം. നമ്മളൊരു ക്യാപ്സ്യൂൾ പോലെ ഒരു സിമ്പിൾ വെർഷനായിട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ C പ്രോഗ്രാമിങ്ങിൻ്റെ സീരീസ് ഇതിനകത്ത് ഇത്രയേ ഉള്ളൂ. ഇനി ആക്ച്വലി അടുത്ത ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും വേണ്ടത് ഒരു OS ലെവലിലേക്കാണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നമ്മൾ ഒരു എംബഡഡ് ലിനക്സ് ഡെവലപ്മെൻറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അവിടെ ഒരു പല സ്ട്രീമുകളായിട്ടും മറ്റേ ത്രെഡായിട്ടും പ്രോസസ്സായിട്ടും എല്ലാം നമ്മൾക്ക് കോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പാരലലായിട്ട്, മറ്റേ നമ്മൾ സീക്വൻഷ്യൽ കോഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ലൈൻ ബൈ ലൈനായിട്ടാണ് എക്സിക്യൂട്ട് ആവുന്നത്. ഒരു ലൈൻ എക്സിക്യൂട്ട് ആയി കഴിഞ്ഞിട്ട് അടുത്ത ലൈൻ. ഇവിടെ നമ്മൾക്ക് ഒരു 5 ത്രെഡ് അല്ലെങ്കിൽ 5 പ്രോസസ്സ് അല്ലെങ്കിൽ ത്രെഡും പ്രോസസ്സും ഇതെല്ലാം ഉണ്ടാവും. ഇതെല്ലാം പാരലലായിട്ട് റൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഇതിനകത്ത് IPC മെസ്സേജസ്, പൈപ്പ്, FIFO ഇതെല്ലാം നിങ്ങൾ എവിടെയെങ്കിലും അക്കാഡമിക്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളാണ്. ഈവൻ നമ്മൾ പല ഹോബികൾക്ക് ഉപയോഗിക്കുന്ന ഓർഡിനോയ്ക്ക് വരെ നമ്മൾ റയോട്ട് എന്നുള്ള പേരിൽ ഒരു OS ഉപയോഗിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സീക്വൻഷ്യലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും വളരെ ലിബറലായിട്ട് നമ്മൾക്ക് പാരലലായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഒരേ സമയത്ത് തന്നെ ഡിസ്പ്ലേ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരേ സമയത്ത് തന്നെ 2 സെൻസറുകളുടെ ഡാറ്റ നമ്മൾ റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് നമ്മൾ ഈ റീഡ് ചെയ്ത ഡാറ്റനെ പ്രോസസ്സിങ് ചെയ്തിട്ട് അവിടെ ആക്ഷൻസ് എടുക്കാനുള്ള പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ OSനകത്ത് കുറേ കാര്യങ്ങൾ. ആക്ച്വലി ഈ ചെറിയ ഓർഡിനോൻ്റെ നാനോ എന്നുള്ള മൈക്രോ കൺട്രോളറിൽ പോലും നമ്മൾക്ക് ഇതെല്ലാം ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത ഒരു ലെവൽ ഇതിൻ്റെ OS ഒക്കെയാണ്. അപ്പോൾ നമ്മൾക്ക് എപ്പോഴെങ്കിലും മറ്റൊരു സീരീസ് ഇതിനു വേണ്ടി ചെയ്യാം. അപ്പോൾ C കോഡിങ്ങിൻ്റെ ഒരു ഏകദേശം ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞു. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.